ഇന്നത്തെ ചില്ലാട്ടം കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഹിൽ സ്റ്റേഷനായ വയനാട്ടിലെ മേപ്പാടിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഒരു സൈഡ് ചൂരൽമലയിലേക്കും ഓപ്പോസിറ്റ് സൈഡ് നാം കാണുന്നത് ചെമ്പ്ര പീക്കുമാണ്. മേപ്പാടിയിൽ നിന്ന് ഇന്ന് നമ്മൾ ആദ്യം യാത്ര ചെയ്യുന്നത് ചൂരൽമലയിലേക്കാണ്. ദൂരം അധികമില്ലെങ്കിലും ഈ യാത്ര സമ്മാനിക്കുന്ന കാഴ്ചകളും അനുഭവങ്ങളും മറക്കാനാവാത്തതാണ്. മേപ്പാടിയിൽ നിന്ന് കയറിയ ജീപ്പിൽ ടണലിലെ പണിക്കാരും നാട്ടുകാരുമുണ്ടായിരുന്നു. ഇപ്പോൾ നാം കാണുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളിലൊന്നായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി ട്വിൻ ടണൽ പദ്ധതിയുടെ ഭാഗമാണ്. എന്നാൽ 2026 ജൂലൈയിൽ കാളാടി ഭാഗത്ത് നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിൽ ഒരു വലിയ ദുരന്തമായി മാറി. അതിൻ്റെ ബാക്കിപത്രത്തിൻ്റെ ഇടയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ആഘാതവും പദ്ധതി നിന്നുപോകുമോ എന്ന ആകുലതയും നാട്ടുകാർ പങ്കുവച്ചു. പണി നടന്നുകൊണ്ടിരിക്കുന്ന ചൂരൽമല റോഡിനെ പിന്നിലാക്കി ഞങ്ങളുടെ ജീപ്പ് ചൂരൽമല ടൗണിലെത്തി. ചൂരൽമല എന്ന പേരിന്ന് കേരളത്തിലെ ഓരോരുത്തരുടെയും മനസ്സിൽ പ്രത്യേകമായൊരു സ്ഥാനം നേടിയിട്ടുണ്ട്. പ്രകൃതി ദുരന്തത്തിൻ്റെ വേദന ഈ നാടിനെ സ്പർശിച്ചെങ്കിലും ഇവിടുത്തെ ജനങ്ങളുടെ ധൈര്യവും പരസ്പര സഹകരണവും ലോകം കണ്ടതാണ്. അതിജീവനം എന്താണെന്ന് പഠിപ്പിച്ച നാടാണ് ചൂരൽമല. ഇപ്പോൾ നാം നിൽക്കുന്നത് ചൂരൽമലയിലെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ ബെയ്ലി ബ്രിഡ്ജിന് സമീപമാണ്. ചൂരൽമലയിലെ ബെയ്ലി ബ്രിഡ്ജ് ഒരു പാലം മാത്രമല്ല, പ്രതീക്ഷയുടെ അടയാളം കൂടിയാണ്. 2024 ജൂലൈ 30 വയനാടിനെ നടുക്കിയ ഉരുൾപൊട്ടലിൽ ചൂരൽമലയെയും മുണ്ടക്കയെയും ബന്ധിപ്പിച്ചിരുന്ന കോൺക്രീറ്റ് പാലം ഒലിച്ചുപോയി. ഒരു നിമിഷം കൊണ്ട് നൂറുകണക്കിന് ആളുകളുടെ ജീവനാഡിയായിരുന്ന ആ പാലം ഇല്ലാതായി. അതോടെ രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസവും വലിയ വെല്ലുവിളിയായി. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് അതിവേഗത്തിൽ ഈ 190 അടി നീളമുള്ള ക്ലാസ് 24 ബെയ്ലി ബ്രിഡ്ജ് നിർമ്മിച്ചത്. പാലത്തിന് മുകളിലൂടെ നടക്കുമ്പോൾ നെഞ്ചിലൊരു പിടച്ചിലായിരുന്നു. താഴെ പുഴ ശാന്തമായി ഒഴുകുന്നു. യാത്രകളെന്നത് ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിനേക്കാൾ കൂടുതൽ വഴിയിൽ കാണുന്ന കാഴ്ചകളും കണ്ടുമുട്ടുന്ന മനുഷ്യരും അനുഭവിക്കുന്ന നിമിഷങ്ങളാണ്. മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്കുള്ള ഈ യാത്രയും അത്തരമൊരു അനുഭവമാണ് സമ്മാനിച്ചത്. അടുത്തത് മേപ്പാടിയിൽ നിന്ന് ഒരു ഓഫ് റോഡ് ട്രിപ്പാണ്. ചെമ്പ്ര ട്രക്കിങ്ങിനെത്തിയ ഞങ്ങളുടെ ഗ്രൂപ്പ് 2 ജീപ്പുകളിലായി വയനാട്ടിലെ ഒരു ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷനായ എളിമ്പിലേരിയിലേക്കാണ് പോകുന്നത്. മേപ്പാടിയിൽ നിന്ന് തുടങ്ങുന്ന ഈ യാത്രയിൽ തേയിലത്തോട്ടങ്ങളും ഓഫ് റോഡ് പാതകളും കാടും മലനിരകളും ഒക്കെയായി ഒരു പക്ക അഡ്വഞ്ചർ അനുഭവം. സാധാരണ റോഡ് കഴിഞ്ഞാൽ തുടങ്ങുന്നത് യഥാർത്ഥ ഓഫ് റോഡ് ട്രാക്കാണ്. കുത്തനെയുള്ള കയറ്റങ്ങൾ, ചെളി നിറഞ്ഞ വഴികൾ, ഓരോ മീറ്ററും ഓരോ പുതിയ അനുഭവമാണ്. ഇവിടെ സാധാരണ വാഹനങ്ങൾ എത്തില്ല. അതുകൊണ്ടാണ് 4x4 ജീപ്പുകൾ ഉപയോഗിക്കുന്നത്. ജീപ്പ് കുലുങ്ങിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ചിലപ്പോൾ കുത്തനെ കയറും, ചിലപ്പോൾ ചെളിയിലൂടെ വഴുതി നീങ്ങും. പക്ഷേ ഓരോ വളവ് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച എല്ലാ ക്ഷീണവും മറക്കാൻ മതിയാകും. മഴക്കാലത്ത് ഈ റൂട്ട് മറ്റൊരു ലോകം പോലെയാണ്. ചെറിയ അരുവികൾ റോഡരികിലൂടെ ഒഴുകും. മലഞ്ചെരുവുകളിൽ നിന്ന് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടും. എന്നാൽ അതേസമയം പ്രകൃതി എത്ര മനോഹരമാണോ അത്ര ശക്തവുമാണെന്ന് ഈ സ്ഥലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ചില യാത്രകൾ ലക്ഷ്യസ്ഥാനത്തിനു വേണ്ടിയല്ല, ആ നിമിഷങ്ങൾക്ക് വേണ്ടിയാണ്. കുറേ നല്ല നിമിഷങ്ങൾ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്നു. ജീവിതത്തിൻ്റെ തിരക്കിൽ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത് ഇത്തരം ചെറിയ സന്തോഷങ്ങളാണ്. ഫോണും ജോലിയും ടെൻഷനും എല്ലാം കുറച്ചു നേരത്തേക്ക് മാറ്റിവെച്ച് പ്രകൃതിയോടൊപ്പം സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി അത് വേറെയാണ്. ചോലമലയുടെ തണുത്ത വെള്ളത്തിൽ ഒരു കുളി, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരനുഭവം. മലകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന തെളിഞ്ഞ വെള്ളവും ചുറ്റുമുള്ള പച്ചപ്പും തണുത്ത കാറ്റും ചേർന്നപ്പോൾ എല്ലാ ക്ഷീണവും ഒരു നിമിഷം കൊണ്ട് മാറിപ്പോയ പോലെ. അതിൻ്റെ ഊർജ്ജത്തിൽ ഒരു ഈവനിങ് വാക്കും കഴിഞ്ഞ് ഡേ 1 പ്രോഗ്രാം അവസാനിപ്പിച്ചു. ഇന്ന് നമ്മൾ പോകുന്നത് വയനാട്ടിലെ ഏറ്റവും പ്രശസ്തമായ ട്രക്കിംഗ് അനുഭവങ്ങളിലൊന്നായ ചെമ്പ്ര ട്രക്കിങ്ങിലേക്കാണ്. പ്രകൃതിയും സാഹസികതയും ഒരുമിച്ച് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെമ്പ്ര ഒരു സ്വർഗം തന്നെയാണ്. വയനാട്ടിലെ മേപ്പാടിക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ചെമ്പ്ര കൊടുമുടി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2100 മീറ്റർ ഉയരത്തിൽ, അതായത് 6800
90 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. വയനാട്ടിലെ ഏറ്റവും ഉയരമുള്ള മലനിരയാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ഹൃദയഭാഗത്തുകൂടിയുള്ള ഈ ട്രക്കിംഗ് യാത്ര ഓരോ ചുവടിലും പുതിയ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. രാവിലെ നേരത്തെ തന്നെ വനം വകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റിലെത്തി അനുമതി വാങ്ങിയ ശേഷമാണ് ട്രക്ക് ആരംഭിക്കുന്നത്. ദിവസേന പരിമിതമായ എണ്ണം ആളുകൾക്കാണ് പ്രവേശനം അനുവദിക്കുന്നത്. ഫോറസ്റ്റ് ചെക്കിങ്ങിന് ശേഷം ചെറിയ വാമപ്പൊക്കെ എടുത്ത് ഞങ്ങൾ ട്രക്കിങ്ങിനൊരുങ്ങി. ആദ്യഘട്ടത്തിൽ പച്ച പുതച്ച തേയിലത്തോട്ടങ്ങളിലൂടെ ഫോറസ്റ്റിൻ്റെ വാച്ച് ടവറിനടുത്തേക്ക് കാൽനടയായി നടത്തം. വാച്ച് ടവറിലെത്തി സെക്കൻഡ് റൗണ്ട് ചെക്കിങ്ങും കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ. ഇവിടെ ഒരു പ്രത്യേക കാര്യം ഓർക്കണം. ചെമ്പ്ര ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതിനാൽ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും കൊണ്ടുപോകാൻ അനുവാദമില്ല. പ്രകൃതിയെ ബഹുമാനിച്ച് യാത്ര ചെയ്യുക എന്നത് ഓരോ യാത്രികൻ്റെയും ഉത്തരവാദിത്തമാണ്. വനം വകുപ്പ് പ്ലാസ്റ്റിക് പരിശോധന നടത്താറുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം സ്റ്റീൽ ബോട്ടിൽ അവിടുന്ന് ലഭിക്കും. ഞങ്ങൾക്കുള്ള സ്റ്റീൽ ബോട്ടിലുകൾ ഞങ്ങളുടെ ടീം കളക്ട് ചെയ്തു. ആദ്യഘട്ടത്തിൽ ഡെൻസ് ഫോറസ്റ്റിലൂടെയും പിന്നെ വിശാലമായ പുൽമേടുകളിലൂടെയും യാത്ര തുടരുന്നു. മലമുകളിലൂടെ വീശിയെത്തുന്ന തണുത്ത കാറ്റും മേഘങ്ങൾക്കിടയിലൂടെ നടക്കുന്ന അനുഭവവും ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നു. മലകൾ കീഴടക്കാനല്ല നമ്മൾ കയറുന്നത്, നമ്മളെ തന്നെ കണ്ടെത്താനാണ്. ചെമ്പ്ര ട്രക്കിംഗ് അത്തരമൊരു അനുഭവമാണ്. ചെമ്പ്ര ഇത് 2008 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ട് 2012 മുതൽ പിന്നെ മുകളിൽ വരെ പീക്ക് വരെ അലോഡ് ഉണ്ടായിരുന്നു. 12 മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് ചെമ്പ്ര പീക്കിലേക്കുള്ള അലോഡ് നിർത്തി. ഇപ്പോൾ ലേക്ക് വരെയുള്ള അലോഡ് മാത്രമേ ഉള്ളൂ. ഒരു ദിവസം ഇവിടുന്ന് 88 പേര് മാത്രമേ കയറ്റി വിടുള്ളൂ. ഇവിടുന്ന് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പാറ എന്ന സ്ഥലത്താണ്. ഈ പാറയിൽ നിന്ന് ഇവിടുന്ന് 200 മീറ്ററും കൂടി പോയാണ് ലേക്ക് എത്തുക. ചെമ്പ്ര ഒരു ട്രക്കിംഗ് കേന്ദ്രം മാത്രമല്ല, പശ്ചിമഘട്ടത്തിൻ്റെ ജൈവസമ്പത്തും പ്രകൃതിയുടെ അതുല്യമായ പൈതൃകവും സംരക്ഷിച്ചു നിൽക്കുന്ന ഒരു ജീവിക്കുന്ന പ്രകൃതി പാഠശാല കൂടിയാണ്. അതുകൊണ്ടിപ്പോൾ ഹൃദയതടാകം വരെ മാത്രമേ ട്രക്കിംഗ് അനുവദിച്ചിട്ടുള്ളൂ. ചെമ്പ്രമലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ഷോല വനങ്ങളും വിശാലമായ പുൽമേടുകളുമാണ്. കോടിക്കണക്കിന് വർഷങ്ങളായി രൂപപ്പെട്ട ഈ ആവാസ വ്യവസ്ഥ നൂറുകണക്കിന് അപൂർവ സസ്യങ്ങളുടെയും ജീവികളുടെയും വാസസ്ഥലമാണ്. ഇവിടെ കാണുന്ന പല സസ്യങ്ങളും പശ്ചിമഘട്ടത്തിൽ മാത്രം വളരുന്നവയാണ്. മഴക്കാലത്ത് ചെമ്പ്ര മറ്റൊരു ലോകമായി മാറുന്നു. നിറങ്ങളാർന്ന ചിത്രശലഭങ്ങളും അപൂർവ തവളകളും ചെറുജീവികളും ചേർന്ന് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ കാത്ത് സൂക്ഷിക്കുന്നു. ഇവിടുത്തെ ഓരോ മരവും ഓരോ പുൽത്തകിടിയും ഓരോ ജലസ്രോതസ്സും ഈ മലയുടെ ജീവൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് പ്രകൃതിയെ അതേപടി സംരക്ഷിക്കണം. പശ്ചിമഘട്ടത്തിൽ അപൂർവമായ നീൽഗിരി വുഡ് പീജിയൺ, വൈറ്റ് ബെല്ലീഡ് ബ്ലൂ റോബിൻ, നീൽഗിരി ഫ്ലൈ ക്യാച്ചർ, ബാണാസുര ചിലപ്പൻ തുടങ്ങിയവ ഇവിടെ കാണാം. ചെമ്പ്ര ഒരു ട്രക്കിംഗ് അനുഭവം മാത്രമല്ല, പ്രകൃതിയെയും ജൈവ വൈവിധ്യത്തെയും അടുത്തറിയാൻ കഴിയുന്ന പശ്ചിമഘട്ടത്തിൻ്റെ അമൂല്യമായ ഒരു നിധിയാണ്. ചെമ്പ്രയുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ പാദങ്ങൾ സമർപ്പിച്ച് ഓർമ്മയുടെ ഒരു ഫോട്ടോ ക്ലിക്ക്. ജീവിതം നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചു എന്നതല്ല, ആ യാത്ര നമ്മളെ എത്രത്തോളം മാറ്റിമറിച്ചു എന്നതാണ് പ്രധാനപ്പെട്ടത്. പ്രകൃതി നമ്മളെ വിനയവും സഹനവും പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഗുരുവാണ്. അതിനെ കീഴടക്കാനല്ല, അതിനൊപ്പം ജീവിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന ബോധ്യത്തോടെ ഒരു മലയിറക്കം. നല്ല ഓർമ്മകളുമായി കൂടുതൽ ചില്ലാട്ടത്തിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.